ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കാൻ വന്നത് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. ഇത് പണ്ടത്തെ ഒരു വണ്ടിയാണ് ഗൈസ്. ഇത് നമ്മൾ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കുറച്ച് ടോണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എൻജിനൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ടോർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇച്ചിരി കൂട്ടുകയൊക്കെ ചെയ്ത് വണ്ടി മാക്സിമം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു ഇച്ചിരി പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ കാണുമ്പോഴേ അറിയാം ഗൈസ്. വണ്ടി തന്നപ്പോൾ ഇങ്ങനത്തെ മോഡലൊന്നും അല്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ആക്കിയതാണ് ഗൈസ്. ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചതാണ്. ഇത് കാണുമ്പോൾ കൊള്ളായിരുന്നു ഗൈസ്, രസമുണ്ടായിരുന്നു. അകത്തെ നമ്മൾക്ക് ഇത് നോക്കുമ്പോൾ കണ്ട സ്പീഡോമീറ്റർ നോക്കുമ്പോഴറിയാം ഇത് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയല്ല, ഏറ്റവും പണ്ടത്തെ വണ്ടിയാണ്. അതിലാണ് ഈ ഒരു സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത് ഗൈസ്. ചിലതിനകത്തൊക്കെ RPM അങ്ങനത്തെ കുറേ മീറ്ററും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ന്യൂട്രലിട്ട് ഏൽപ്പിക്കുമ്പോൾ RPM ഒക്കെ കാണിക്കും ഗൈസ്. ഇതിൽ അങ്ങനെയൊന്നും കാണിക്കില്ല. ഇതിൽ നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂ സ്പീഡോമീറ്റർ. നമ്മൾ വണ്ടി അനങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ല ന്യൂട്രലിട്ട് ഏൽപ്പിക്കുമ്പോൾ ഒന്നും RPM കാര്യങ്ങളും ഒന്നും അനങ്ങൂല, ഒന്നും ഇല്ല അനങ്ങാൻ വേണ്ടി ഗൈസ്. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഒരു അപാര ലുക്ക് തന്നെയാണ്, ഒരു സീൻ ലുക്കാണ് ഗൈസ്. നല്ലൊരു ഒരു ഒരു മോഡലാണ് ഗൈസ്. രസമാണ് ഈ വണ്ടി കാണാൻ. പണ്ടത്തെ ഒരു വിൻറ്റേജ് വൈബ് വണ്ടിയാണ് ഗൈസ്. ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒരു ഇച്ചിരി പണി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ നോർമലായിട്ടൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ. കാരണം നോർമലായിട്ട് കുറച്ച് ലൈറ്റ് ഫ്രണ്ടിലൊരു ചെറിയൊരു ഇതുപോലൊക്കെ ഇരിക്കുന്നുള്ളൂ. പക്ഷേ ഗൈസ് അതൊക്കെ ഞാൻ വെപ്പിച്ചാണ്. ഇത് തന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്. ഇത് പിന്നെ ഇങ്ങനെ ആക്കി എടുത്തതാണ് നമ്മൾ ഗൈസ്. സെറ്റല്ലേ ഗൈസ് വണ്ടിക്ക് തന്നെ നമുക്ക് കിട്ടിയില്ല ലുക്കാണ്. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ആദ്യമേ ഫുള്ള് ഇതായിരുന്നു, ഈ ഒരു ക്രീം കളർ പെയിൻ്റ് ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മണ്ടയ്ക്ക് മാത്രമായിട്ട് വെള്ളം ഇങ്ങനെ അടുപ്പിച്ചാണ്, ആ ഒരു ബോണറ്റിൻ്റെ മണ്ടയ്ക്ക് മാത്രമായിട്ടാണ്. ഓക്കെ ഗൈസ്, ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിലിങ് ഒന്നും സീനില്ല, ആക്സിലറേഷനും വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കയറും ഗൈസ്. പണ്ടത്തെ വണ്ടിയാണ്, അതിൽ നമ്മൾ എൻജിനൊക്കെ കയറ്റി പണിതെടുത്തതല്ലേ ഗൈസ്. അപ്പോൾ ചെറിയ ഒരു ഇതുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വണ്ടിക്കകത്ത് അത്രയും പവർ കൊടുക്കുമ്പോൾ ആ ഒരു വണ്ടി നമുക്ക് ഇടയ്ക്കൊക്കെ തിരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരത്തില്ല ഗൈസ്. അങ്ങനെ ഗൈസ് ഈ സംഭവം പണിത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആണ് ശരിക്കും നമ്മൾ സെറ്റായത്. പണിയുന്നതിന് മുന്നേ ഗൈസ് ഈ വണ്ടിയിൽ നിന്നൊക്കെ ഇടുന്നതാണല്ലോ, നമുക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ലായിരുന്നു തോന്നുന്നു ഗൈസ്. വണ്ടി തിരിയുന്നില്ല, സത്യം പറയല്ല വണ്ടി തിരിയുന്നില്ലായിരുന്നു. ഒരു സ്പീഡൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ജീപ്പൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം വണ്ടി തിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പവർ സ്റ്റിയറിംഗ് അല്ല, അതുകൊണ്ട്. അതുപോലെയായിരുന്നു ഗൈസ് ഇതും ഒരു സീനായിരുന്നു. നമുക്ക് വണ്ടി കൊണ്ട് തിരിയാൻ ഗൈസ്. നമ്മുടെ സ്പീഡോമീറ്റർ ഉണ്ടോ അനങ്ങുന്നത്? ഇപ്പോഴാണ് സ്പീഡോമീറ്റർ ഒന്ന് അനങ്ങുന്നത് ഗൈസ്. വണ്ടി നിർത്തിയിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല ഗൈസ്, കാരണം അനങ്ങത്തില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ അവിടെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗൈസ്. വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാണ്, അതൊന്നും ഒരു സീനേ ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു കാട്ടിക്കൂടി ഇങ്ങനെ ഓടിക്കാം ഗൈസ്. ഈ ഒരു കാട്ടിക്കൂടെ മതി. അതാണ് മാക്സിമം ഒത്തിരി സ്പീഡൊക്കെ എടുത്ത് വണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. എന്തായാലും വണ്ടി എവിടെയൊക്കെ കൊണ്ട് ഇടിപ്പിക്കും. അങ്ങനെ നോക്കാം ഗൈസ്. ഈ 100 കിലോനൊക്കെ വണ്ടി കയറും, 150 കയറുമായിരിക്കും ഗൈസ്. 150 കയറണം. 150 കയറിയില്ലെങ്കിൽ 130 മണ്ടക്കോട്ട് കയറുമായിരിക്കും ഗൈസ്, ഉറപ്പാണ്. അത്രയെല്ലാം കയറുമായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് രാത്രി ആയിട്ടുണ്ട്. അതാണ് ഗൈസ് സീനെന്ന് പറയുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും കണ്ടുകൂടാ, ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റീമിൽ നിന്നാണ് ഗൈസ് ഈ ഒരു ഗെയിം പർച്ചേസ് ചെയ്തത്. പക്ഷേ ഗൈസ് എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിവറിയൊക്കെ ഡിസൈൻ ചെയ്യുന്നിടത്തുനിന്ന് നമുക്ക് വണ്ടി സാധാരണ ലിവറിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഡിസൈൻ ചെയ്തെടുക്കാമല്ലോ ഗൈസ്. എൻ്റെ ഇതിനകത്ത് ലിവറി ഒന്നും വർക്കാവുന്നില്ല. കാരണം നമുക്ക് ഒരു ഓൺലൈനായിട്ട് റെക്കമെൻഡ് ലിവറിയൊക്കെ തരുന്നവരൊക്കെ കാണും. അതിലൊന്നും ഞാൻ കയറി നോക്കിയിട്ട് എനിക്കൊന്നും വർക്കാവുന്നില്ല. റെക്കമെൻഡ് ഒന്നും വരുന്നില്ല, എല്ലാം ഫെയിലാണ്, അൺഅവൈലബിൾ ആണ്
കാണിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് ലിവറൊക്കെ ആണെങ്കിലും വണ്ടിയുടെ ബോഡി കാര്യങ്ങളൊക്കെ പണിയാണെങ്കിലും സ്വന്തം ഒരു രീതിയിലാണ് ഗൈസ് പണിയുന്നത്. വണ്ടിയിൽ പാർട്സ് നമുക്ക് സ്വന്തമായിട്ട് പണിതെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അവർ തരുന്ന പാർട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഈ ഒരു വണ്ടി. അതുപോലെ തന്നെയാണ് ഞാൻ മറ്റേ BMW ഒരു വണ്ടി ചെയ്തിട്ടുള്ളത് ഗൈസ്. അതെന്തായാലും നമ്മുടെ വീഡിയോ നേരത്തെ കിടപ്പുണ്ട്, അത് എന്തായാലും ഒന്ന് പോയി നോക്കുക ഗൈസ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇതിന് നമുക്ക് ആവശ്യമുള്ള പാർട്സ് ഏതൊക്കെ അങ്ങനെയൊക്കെ എടുത്താണ് ഗൈസ് ഈ ഒരു വണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഗൈസ്. എന്നും പറഞ്ഞാൽ അത്രയും വലിയ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാവുന്ന പറഞ്ഞൂടെ ഗൈസ്. എന്തായാലും നമ്മൾ പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ ഒരു ഇത് വെച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്, അത്രേ ഉള്ളൂ. അല്ല വേറെ അതിൽ കൂടുതലൊന്നുമില്ല. നമ്മൾ പിന്നെ വണ്ടിയൊക്കെ പണി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഗൈസ്. ഈ വണ്ടി കൊണ്ടൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിക്കാൻ നല്ല മടിയാണ് ഗൈസ്. നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിലും ഉണ്ടല്ലോ, ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കുറേ ഇതും മരത്തേലുമൊക്കെ ഇടിച്ച് ആകെ അങ്ങ് നാശമാകും ഗൈസ്. മരത്തേലൊക്കെ എവിടെയൊക്കെ ഇടിച്ച് വണ്ടി അങ്ങ് പോവും. പക്ഷേ നമുക്കൊന്ന് സ്പീഡ് കൊടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിലും കൊടുക്കാൻ തോന്നും, ഇടയ്ക്കങ്ങ് കൈ കൊടുക്കാൻ തോന്നും ഗൈസ്. അങ്ങ് മൂക്കും നമ്മൾ അത് ഗൈസ്. സത്യം പറയാലോ, ഈ ഒരു ഗെയിം കളിക്കുന്നവർക്ക് ഭയങ്കര മൂപ്പായിരിക്കും. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഗൈസ് കളിക്കുന്ന സത്യം പറയാലോ കീബോർഡിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഈ ഗെയിം ഇങ്ങനെ വണ്ടി പെയ്യെ ഓടിച്ച് നമ്മൾ വിചാരിക്കും പെയ്യെ ഓടിക്കുക ആസ്വദിച്ചോടിക്കുക, അങ്ങനെയൊന്നും അല്ല ഗൈസ്. സത്യം പറയാം, നമ്മൾ ആ ഒരു എൻജിൻ്റെ ആ ഒരു പവർ മാക്സിമം എടുപ്പിക്കാൻ അങ്ങ് നോക്കും. അവിടെ വണ്ടി നമ്മളെ കൈ കിട്ടിയ ഗൈസ് അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമല്ലേ ഗൈസ്, ആ പുറകിലത്തെ മലയൊക്കെ നല്ല സെറ്റാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുകയാണ്, അതുകൊണ്ട് ഞാൻ മാക്സിമം പെയ്യൊക്കെ ഒന്ന് ആസ്വദിച്ച് ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ശരിക്കും ഇടയ്ക്ക് കൺട്രോൾ പോകും ഗൈസ്. നമുക്ക് വണ്ടിയിൽ നിന്ന് എത്രയും കത്തിക്കാമോ അത്രയും കത്തിക്കാനൊക്കെ പോകും ഗൈസ്. നല്ലൊരു വഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാവരും കത്തിക്കും. അത് ഞാനാണേലും അതാരാണേലും ഗൈസ് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് നല്ല വഴിയൊക്കെ ആയിരിക്കും ഗൈസ്, പക്ഷേ വരുന്ന വഴിക്ക് നല്ലൊരു വളവ് വരും. 250-ലൊക്കെ വന്നിട്ടായിരിക്കും ഒരു വളവ് തിരിക്കാൻ നോക്കുന്നത് ഗൈസ്. അപ്പോഴേ അയ്യത്തൂടെ പോയി പുഴയിലൊക്കെ കിടക്കുന്നതാണ് ഗൈസ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ മാക്സിമം കളിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും കൈ നിൽക്കത്തില്ല ഗൈസ്. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടോ അവിടെയുള്ള ആ ബോർഡൊക്കെ നമ്മൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അതൊന്നും വേണ്ട, അതൊന്നും ആരും കാണണ്ട. അതൊക്കെ ആര് കാണാൻ ഈ രാത്രിയിൽ? രാവിലേക്കാണ് പിന്നെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്ക് സൈഡിലോട്ട് തിരിക്കാം ഗൈസ്. അങ്ങനെ നമ്മളൊരു റൗണ്ടൊക്കെ അടിച്ച് പെയ്യെ നമ്മുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം പെയ്യാണ് നമ്മൾ ആ റൗണ്ടൊക്കെ അടിച്ചത്, ഒത്തിരി സ്പീഡിലൊന്നുമല്ല. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. പവർ ചെയ്യുക, ഒട്ടും പവറില്ല, 158 തന്നെ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. എന്തായാലും കൊള്ളാം, പവർ അപ്പ് ചെയ്യുക ഗൈസ്. എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഗൈസ്. എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഈ ഒരു വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതൊരു ഡാമാണെന്ന് തോന്നുന്നു, ഡാമായിരിക്കും ഗൈസ്. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വണ്ടി കയറ്റാം, നേരെ ഒരിക്കലും കയറ്റാൻ പറ്റില്ല ഗൈസ്. മണ്ടയ്ക്കൂടെ അല്ലാതെ കയറ്റാം ഗൈസ്. നമ്മൾ ഫോട്ടോ മോഡ് ഓൺ ആക്കിയിട്ടേക്കുവാണ്, കണ്ടോ, നമ്മൾ ഫോട്ടോ മോഡാണ് ഗൈസ്. എന്നാൽ ഡ്രോൺ മോഡുണ്ട്, ഫോട്ടോ മോഡുണ്ട്, അങ്ങനെ ഓരോ മൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.